ആരോഗ്യ മേഖലയിൽ താങ്കൾ MP ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിച്ചത്? ആരോഗ്യ മേഖലയിൽ ഞാൻ എന്ന് വെച്ചാൽ നമ്മളെ ഈ PHCയും അവിടെയൊക്കെയുള്ള പ്രാദേശിക വികസന ഫണ്ട് കൊണ്ട് പല 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 കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഈ അടുത്ത നാളിൽ നമ്മൾ കണ്ടത് കേരളത്തിൽ ഒരു വലിയ എന്താണ് ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട. ഇപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ ചെറുപ്പക്കാരെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. വളരെ ഗൗരവമാണ്. ഒരു വാർഡ് എടുത്താൽ ഒരു 15 വീടെടുത്താൽ ആരെങ്കിലും ഒരാൾ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടാകാം. പലപ്പോഴും ഇതെങ്ങനെയാണ് ഈ എന്തെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ തിരുവനന്തപുരത്ത് പോവും, അല്ലെങ്കിൽ കോഴിക്കോട് പോവും. ഈ സെൻട്രലി ലൊക്കേറ്റഡ് മാത്രമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ജില്ലാ ആശുപത്രിയിലോ അല്ല ജനറൽ ആശുപത്രിയിലോ ഇതിനുള്ള പദ്ധതികളില്ല. അതെന്നാ വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമില്ല, മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയില്ല. ഇന്നിപ്പോൾ WHO തീരുമാനമനുസരിച്ച് ഇപ്പോൾ സെൻട്രലൈസ്ഡ് ക്യാൻസർ അത് ട്രീറ്റ്മെൻറ്റ് അല്ലാതെ പ്രാദേശികമായ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള പ്രൊവിഷൻസും ഹോസ്പിറ്റലും വേണമെന്നുള്ളതാണ്. കാരണം ഈ സാധാരണക്കാരെല്ലാം യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് പോയി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ഓൾറെഡി ക്രൗഡഡ് ആണ്. ഭയങ്കര സുഖം. അങ്ങനെ വന്നപ്പോഴാണ് ആ കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സർക്കാരുമായി ബന്ധപ്പെട്ടു. അവർക്കൊരു സ്കീമില്ല, ഞങ്ങൾക്ക് തരത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ ലോക്സഭയിലായിരുന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിൽ അവർക്കൊരു പ്രോജക്റ്റ് കൊടുത്തു. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ മിലിറ്ററി അവരുടെ ഒരു പ്രോജക്റ്റ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവരുമായി പോയി കണ്ട് അവരുമായിട്ട് എൻ്റെ ചർച്ച നടത്തി. അവർ പറഞ്ഞു ഓക്കെ ഞങ്ങളൊരു മിഷൻ തരാം. അവിടെ 5 കോടി രൂപ അന്നത്തെ കാലത്ത്. അപ്പോൾ അതൊരു വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള നമ്മൾക്ക് ഉള്ള ബിൽഡിങ് വേണം. പക്ഷേ എനിക്ക് അതിൻ്റെ ബിൽഡിംഗ് ഇല്ലാതെയായി പോയി. അതിപ്പോൾ പെൻഡിങ്ങിൽ കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ രോഗം നിർണ്ണയിക്കുന്ന രക്തത്തിൽ കൂടെ രക്തം നോക്കി രോഗം നിർണ്ണയിക്കുന്ന ഒത്തിരി ക്ലിനിക്കുകൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എത്രയോ റേറ്റുകൾ ഭയങ്കരമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 50 രൂപയുടെ കാര്യം 300 രൂപ 400 രൂപയാണ് ഇടുന്നത്. പക്ഷേ ഇത് സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീം പ്രകാരം ഇപ്പോൾ ഈ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു ജില്ലയിലുമില്ല. ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഏതാണ്ട് 29 ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കൊളസ്ട്രോൾ ആകാം, അതിനകത്ത് തൈറോയിഡ് ആകാം, ഷുഗർ ആകാം, ഇങ്ങനെ പല പല ഐറ്റംസ്. ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് പോലെ ചെയ്യുന്നതിന് വെറും 900 രൂപ മാത്രമാണ്. ക്യാൻ യു ഇമാജിൻ? നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ 4000 5000 രൂപ വരും. പക്ഷേ 5 കോടി രൂപയുടെ മിഷനാണ്. അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ഡോക്ടറിലേക്കോ മെയിൽ ചെയ്ത് 2 മണിക്കൂറിനകം തരികയാണ്. അപ്പോൾ ആ സിസ്റ്റം കൊണ്ടുവന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്. അപ്പോൾ ഈ ടാറ്റയുടെയും അതോടൊപ്പം ഇവരുമായി ബന്ധപ്പെട്ട് അത് സർക്കാരിന് ഈ പറഞ്ഞ അതിന് പണം തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ CT സ്റ്റിമുലേറ്റർ എന്ന് റേഡിയേഷൻ നടത്താനുള്ള മിഷന്, പിന്നെ ആ ബിൽഡിങ്ങിന് പ്രാദേശിക വികസന ഫണ്ട് കൊടുത്തു. അവിടെ നമ്മൾ ഈ പറഞ്ഞ ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഓൾറെഡി ഡോക്ടറുണ്ട്. ഇതോടെ വന്നു കഴിയുമ്പോൾ സാധാരണക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് അവിടെ ചെയ്യാൻ പറ്റും. പലപ്പോഴും എനിക്കൊരു സങ്കടം എന്നാന്ന് ചോദിച്ചാൽ ഈ പരിഹാസങ്ങൾ എപ്പോഴും കിട്ടും. കാരണം മാണി സാറിൻ്റെ മകൻ അങ്ങനെ വന്നു എന്താണ് എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണ്. അത് കഴിഞ്ഞ ശേഷം എന്ത് വികസനം നടത്തിയാലും എന്ത് കാര്യം നടത്താലും ഒരു വിമർശനമാണ്. അത് ചിലപ്പോൾ നിങ്ങളെടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം ഒത്തിരി ഫേക്ക് IDs എനിക്കെതിരെ ടക്ക് 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 എന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് അപ്പം ആൾക്കാർ ഞാൻ പത്രത്തിൽ വാർത്ത കഴിഞ്ഞപ്പോഴത്തേനും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി പറയുകയാണ് ഇവിടെ ഇത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് നടത്തിയ ചുറ്റുപാടുമുള്ളവർക്ക് ക്യാൻസർ പിടിക്കും. എന്താ അതിന് പറയാം? എനിക്കൊരു വലിയ സങ്കടം ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം. ഇപ്പം IIIT എന്ന് പറയുന്ന സാധനം വന്നു. അത് എന്തിനു കൊള്ളാം? അത് ഈ നമ്മുടെ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആ ഒരു സാധനമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ പബ്ലിക്കിനോട് പറയുമ്പോൾ നമ്മുടെ നാട് വികസിക്കണ്ടേ, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ? അതൊക്കെ നമ്മുടെ ഡിമോറലൈസ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വളരെയധികം ആളുകൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെ നല്ല കാര്യമാണ് എന്നുള്ളത്. പക്ഷേ നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊരു വിഷയമുള്ളതെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ, നമ്മളെ ഒരാളെ ടോട്ടലി ഡിഫറെൻ്റായിട്ട് ഒരു ക്യാരക്ടറായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-8 പേര് കൂടി എന്ന് ചെയ്താൽ മതി. അതൊരു വിഷമമാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഈ പൊതുപ്രവർത്തന രംഗത്ത്. പക്ഷേ അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും, ജനം തിരിച്ചറിയും എന്നാണ് ഞാൻ കരുതുന്നത്.